സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ദേവികയും സിദ്ധാർത്ഥനും അതുപോലെ ഹരിയങ്ങളും ചേർന്ന് അരുന്ധതിക്കും ഇസബല്ലയ്ക്കും കെവിനും നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നന്ദൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഈ പ്രകാശ് മേനോൻ ഒരു വലിയ കേക്കൊക്കെ മേടിച്ചു കൊടുന്ന് നല്ലോണം ആഘോഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കുകയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി, നീ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നത്, എന്നെ ഒന്ന് പറഞ്ഞു വിടുന്നു പറയുമ്പം പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് നന്ദാ നീ ഈ പറയണത്, നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായില്ലേ, ഞാൻ പറയണത് നേരാടാ, നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാ, ഇത് കാണുമ്പോൾ നിൻ്റെ വീട്ടുകാർക്കും സന്തോഷമാവും. സമയത്ത് നന്ദനത് വിശ്വാസമാവാതെ നന്ദൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടുകാരെങ്ങനെ ഇത് അറിയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ടടാ, നിൻ്റെ അമ്മയ്ക്ക് അറിയാം നീ എൻ്റെ കൂടെ ഉണ്ടെന്ന്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, തൽക്കാലം നീ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിലെ നിന്നെ പോലീസ് പിടിക്കും, അല്ലെങ്കിൽ ആ ഋഷിയുടെ അമ്മയുണ്ടല്ലോ അവരത്ര നല്ല സ്ത്രീയൊന്നുമല്ല, അവർ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ നിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും അവർ നിന്നെ കൊന്നു കളയും, അതുകൊണ്ട് നിൻ്റെ അമ്മയും ദേവികയും എല്ലാവരും പറഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഞാനിവിടെ താമസിപ്പിച്ചേക്കണത്. ആ സമയത്ത് നന്ദനാണെങ്കിൽ കുറച്ചൊരു ആശ്വാസമാവുന്നുണ്ട്, കാരണം ഇതിനു മുമ്പ് എസ്തപ്പാൻ്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചതും ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും ചേർന്നിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് നേരായിരിക്കും എന്ന് തന്നെ നന്ദന് തോന്നുന്നുണ്ട്. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, നീ പറയണത് നേരാണെന്ന് ചോദിക്കുമ്പോൾ അതേടാ ഞാൻ പറയണത് സത്യ, ഈ സമയത്ത് നിൻ്റെ വീട്ടിലും നിൻ്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്നുണ്ട്, ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ട് വേണം പ്രഫാൻറ്റിക്ക് അയച്ചു കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ നന്ദൻ സന്തോഷത്തോടു കൂടി തന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ഈ ഗുണ്ടകളോട് പ്രകാശ് പറയുന്നുണ്ട്, എല്ലാ തിരികളും തെളിക്കണം, നല്ല ഭംഗിയായിട്ട് തന്നെ വേണം എല്ലാം നടത്താൻ, നന്ദൻ കേക്ക് മുറിക്കണതെല്ലാം നിങ്ങളൊന്ന് വീഡിയോ പിടിക്കുകയും ചെയ്യണം, ഇവൻ്റെ വീട്ടുകാർക്ക് അത് അയച്ചു കൊടുക്കാനാ, അപ്പോഴേ അവർക്കും സന്തോഷമാവുള്ളൂ. അങ്ങനെ നന്ദൻ വന്ന് കേക്ക് മുറിച്ചതും ഈ പ്രകാശ് മേനോൻ ഒരു കഷ്ണം കേക്ക് എടുത്ത് ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നന്ദൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നന്ദനും അതുപോലെ തന്നെ പ്രകാശ് മേനോനും കേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രകാശ് മേനോൻ നന്ദന് ഗിഫ്റ്റാന്നും പറഞ്ഞ് വലിയൊരു കവർ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ടായിരുന്നു പ്രകാശ്, എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി, എനിക്ക് ദേവിയെ കാണാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല എന്ന് പറയുമ്പം ദേവികയൊക്കെ ഇപ്പോൾ സന്തോഷം ആയിട്ട് തന്നെ ഇരിക്കണം, നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട, എന്തായാലും ഇനി അധിക ദിവസമൊന്നും നിനക്കിവിടെ നിൽക്കേണ്ട വരില്ല, അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും, അതോടുകൂടി നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെ സിദ്ധാർത്ഥനെയാണ്. പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ഉറക്കമില്ലാണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ വന്നിട്ട് താൻ വന്ന് കിടക്ക് പ്രഭേ, നാളെ നന്ദൻ്റെ പിറന്നാളായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി നന്ദന് വേണ്ടി വഴിപാടൊക്കെ നടത്താമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ദേവിക ഒരുപാട് വഴിപാടൊക്കെ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ നാളെ എന്തായാലും അമ്പലത്തിലോട്ടില്ല, അതെന്താ പ്രഭേ താനിങ്ങനെ പറയണേ, ദേവികയ്ക്ക് വിഷമാവൂലേന്ന് ചോദിക്കുമ്പം സിദ്ധുവിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു, സിദ്ധു പോയി കിടന്നോ, ഞാനിവിടെ ഇരുന്നോളാന്ന്. എന്തായാലും സിദ്ധുവിന് ദേവികയുടെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, പക്ഷേ എൻ്റെ വിഷമമല്ലേ സിദ്ധുവിന് മനസ്സിലാവാത്ത, ഞാനൊരമ്മയെ സിദ്ധു, എനിക്ക് എൻ്റെ മോനെ കാണാത്തതിൽ വിഷമം ഉണ്ടാവും, നാളെ അവൻ്റെ പിറന്നാളായിട്ട് അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഇനിയിപ്പോൾ അവൻ ജീവിച്ചിരിക്കണ്ടോയെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ എന്തൊക്കെ വിഡിത്ത പ്രഭ ഈ പറയണേ, അവനൊന്നും സംഭവിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നുണ്ടാവും, എത്രയും പെട്ടെന്ന് നമ്മൾ അവനെ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, കുറേ ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്, നിങ്ങൾക്കും ഒരു ഉത്സാഹമില്ല ദേവികയ്ക്കും ഇല്ല, നിങ്ങൾ രണ്ടുപേരും ഒരു തമാശ രീതിയിൽ ഇതൊക്കെ കാണണേന്ന് പറയുമ്പം ഈ സിദ്ധാർത്ഥനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, തൻ്റെ ചിന്തകൾ അങ്ങനെയാണെങ്കിൽ താൻ അതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നോ, ഞങ്ങളുടെ മനസ്സിലെ വേദനയൊന്നും കാണാനുള്ള കഴിവ് തനിക്കില്ല, തനിക്ക് തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, എന്തായാലും താൻ അവിടെ തന്നെ ഇരുന്നോ, നേരം വെളുക്കണവരെ ഞാൻ പോയി കിടക്കാൻ പോകുമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അങ്ങോട്ട് പോകുന്നുണ്ട്. സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും ഈ പ്രഭാവതിയാണെങ്കിൽ ഇതിനു മുമ്പുള്ള നന്ദൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുമ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, ചേച്ചി എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കണേന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല ശാരി, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നാളെ നന്ദുവിൻ്റെ പിറന്നാളല്ലേ, അമ്പലത്തിൽ പോയി കുറേ വഴിപാടുകളൊക്കെ നടത്താൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, അതിന് ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണേന്ന് ചോദിക്കുമ്പം അതല്ല ശാരി, ഞാൻ അമ്മയോട് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുന്ന കാര്യം പറഞ്ഞപ്പം അമ്മയ്ക്കത് സമ്മതമല്ല, അമ്മ അമ്പലത്തിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട, പ്രഭയാൻ്റിയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലാവുമല്ലോ, നന്ദേട്ടനെ കാണാത്തതുകൊണ്ടുള്ള വിഷമത്തിലായിരിക്കും പ്രഭയാൻ്റി, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി വഴിപാടൊക്കെ നടത്താം ചേച്ചി എന്ന് പറഞ്ഞതും ഈ ദേവിക പറയുന്നുണ്ട്, എന്നാലും എനിക്കൊരു സമാധാനമില്ല, നന്ദു ഇപ്പോൾ എവിടെയായിരിക്കുമോ, നന്ദു ഭക്ഷണം കഴിക്കുന്നുണ്ടാവോ,
നന്ദുവിനെ ഇനി ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ ശാരി എന്ന് ചോദിക്കുമ്പം ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി ഈ പറയണത്? അങ്ങനെ നന്ദേട്ടനെ ആരും അപായപ്പെടുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. അധികം വൈകാതെ തന്നെ നമുക്ക് നന്ദേട്ടനെ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം കലങ്ങി തെളിഞ്ഞില്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് നേരാ. പക്ഷേ നന്ദുവിനെ കാണാതെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യങ്ങൾ അറിഞ്ഞ സമയത്ത് നന്ദു നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, എന്തായാലും നന്ദേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ചേച്ചിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും തീരും. ചേച്ചിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ചേച്ചി ഞാൻ ഇത്ര റിസ്ക് എടുത്തും ആ കെവിൻ്റെ അടുത്ത് ആ ഒരു നാടകം നടത്തി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അന്നേരം ദേവിക പറയുന്നുണ്ട്, നിന്നെ ഞാൻ അന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, നിന്നെ ഞാൻ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു, നീ എന്നോട് പൊറുക്കണം മോളെ, അറിയാതെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ചേച്ചി, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ, എനിക്കിപ്പോഴാണ് സന്തോഷമായെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയാണ്. മുരളി രാവിലെ എഴുന്നേറ്റതും ഈ ഭാർഗവി മുരളിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ ഇടാ നന്ദൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം നന്ദൻ്റെ കാര്യത്തിൽ വിവരമൊന്നും കിട്ടിയില്ല, പക്ഷേ വേറൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അന്നേരം ഈ ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്ത് വിവരമാണെന്ന് ചോദിച്ചതും അത് വേറൊന്നുമല്ല, നന്ദൻ ഋഷിയെ കൊന്നെന്നും പറഞ്ഞല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സത്യത്തിൽ നന്ദൻ ഋഷിയെ കൊന്നിട്ടുമില്ല, ഋഷി മരിച്ചിട്ടുമില്ല എന്ന്. അത് കേട്ടതും ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് നേരം വെളുത്ത് തലയ്ക്ക് സുഖമില്ലേ, നീ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണത് സത്യം അമ്മേ, ആ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അപ്പം ഈ ഭാർഗവി ചോദിക്കുന്നുണ്ട്, ഋഷി എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതാ അതിലും വലിയ അത്ഭുതം, ഋഷി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ഋഷിയെ കാണാനില്ല, ഋഷി ആരോ തട്ടിക്കൊണ്ട് പോയി എന്നാണ് പറയണേന്ന്. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, ഇത് എന്തൊക്കെ ഈ പറയണേ, നന്ദനെ കാണാനില്ല, അതുപോലെ ഋഷിയെ കാണാനില്ല, ഇത്രയും നാളും ആ അരുന്ധതി ചന്ദ്രോത്ത് വന്ന് എന്നും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഋഷിയെ നന്ദൻ കൊന്നു എന്നും പറഞ്ഞിട്ടല്ലേ, പിന്നെ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ സത്യം അമ്മേ, പക്ഷേ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ഋഷി ഉള്ള സമയത്ത് തന്നെയാണ് അവർ ചന്ദ്രോത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതെന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം അത് അവരുടെ പ്ലാനൊന്നുമല്ല, അത് പ്ലാൻ ചെയ്തത് ഇസബെല്ലയും കെവിനും കൂടെ ചേർന്നാൽ ഇസബെല്ലയും കെവിനും ഋഷിയോട് കൂടി ചേർന്നിട്ടുള്ള നാടകമായിരുന്നു അമ്മേ. അതെന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നിനുമല്ല, അത് പറഞ്ഞ് നന്ദനെ ഭീഷണിപ്പെടുത്തി ദേവികയിൽ നിന്നും പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കേട്ടതും ഭാർഗവി പറയുന്നുണ്ട്, അന്ന് ദേവിക മോള് ആ പ്ലാന്റിന് അനുമതി കൊടുത്തത് തന്നെ നന്ദമോനും പ്രഭക്കുഞ്ഞും പറഞ്ഞിട്ടല്ലേ, അതും ഇവരുടെ പ്ലാനായിരുന്നു അമ്മേ, അതിലൂടെ അവർക്ക് കോടികൾ കിട്ടിക്കാണുമെന്ന്. ഇത് ഭാർഗവിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഭാർഗവി പറയുന്നുണ്ട്, എന്നാലും ഇത് ഇത്തിരി കടുത്ത കൈയായി പോയല്ലോ മുരളി, എത്ര നാളാ നന്ദമോൻ ഈ കൊലപാതകിയാണെന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരുന്നത്, ഇവരെയൊന്നും വെറുതെ വിടരുത്, എന്തായാലും ഞാൻ ഇന്ന് തന്നെ അരുന്ധതിയെ ഒന്ന് കാണണ്ടെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അമ്മ എന്ത് മണ്ടത്തരായി പറയണേ, ഋഷി മരിച്ചിട്ടില്ല, ഇതൊരു നാടകമായിരുന്നു എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞെന്ന് ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നന്ദനെ അപായപ്പെടുത്തും, പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അത് നേരാലോ, എന്തായാലും ഞാൻ ചന്ദ്രോത്ത് പോയി പ്രഭക്കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, പ്രഭക്കുഞ്ഞ് സത്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പ്രഭയാൻ്റെയും സിദ്ധാർത്ഥനങ്ങളും എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഹരിസാറുമായിട്ട് ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് പറഞ്ഞതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയും ഇസബെല്ലേനെയാണ്. കെവിനാണെങ്കിൽ ഇസബെല്ലയോട് പറയുന്നുണ്ട്, ബെല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ കൈ വിട്ടു പോയിക്കൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് പാപ്പൻ രാജിവെക്കേണ്ട വരുമെന്നാണ് കേൾക്കണേ, ഇനിയിപ്പോൾ പാപ്പൻ രാജിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ബെല്ല എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല, ഇത്രയും നാളും പാപ്പൻ ഒരു അഴിമതി നടത്താത്ത ഉദ്യോഗസ്ഥൻ എന്നുള്ള പേര് വാങ്ങി, ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പാപ്പൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ പോകില്ല കെവിനെ, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരാം, എന്തായാലും പാപ്പനോട് നമ്മൾ വലിയ ചതിയ ചെയ്തത്, അന്നേ പാപ്പൻ പറഞ്ഞതാ ഇതെല്ലാം തുറന്നു പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന്, അന്ന് ഞാൻ വാശി പിടിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും രൂക്ഷമായത്, ഇനിയിപ്പോൾ നന്ദനെയും ഋഷിയെയും നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നു. അന്നേരം ഈ കെവിൻ പറയുന്നുണ്ട്, എനിക്കും ഒരു പിടിയും കിട്ടണില്ല, ഇപ്പോൾ തോന്നാം ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. അന്നേരം ഇസബെല്ല പറയുന്നുണ്ട്, ഞാനും അത് തന്നെയാണ് പറഞ്ഞ്, ആ ഋഷി മരിച്ചു എന്നും പറഞ്ഞൊരു നാടകം നമുക്ക് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അന്ന് നന്ദനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തതെങ്കിലും ഇപ്പോൾ കുടുങ്ങിയേക്കുന്നത് നമ്മളാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഈ ഋഷിയെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അരുന്ധതിയുടെ ഫോണിലേക്ക് പ്രഭാവതി വിളിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കണ കേട്ടതും ഫോൺ എടുത്ത് നോക്കിയിട്ട് പ്രഭാവതിയാണല്ലോ, ഇനി എന്തിനായിരിക്കും വിളിക്കണേന്നൊക്കെ ആലോചിച്ച് ഫോൺ എടുക്കാതെ നിൽക്കുമ്പോൾ വീണ്ടും പ്രഭാവതി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തിട്ട്, എന്താ പ്രഭാവതി നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയില്ലേ, എനിക്കെൻ്റെ മകനെ വേണമെന്ന്. സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അരുന്ധതി മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മകനെ തന്നെ കാണാനില്ല, അപ്പോഴാണ് അവളുടെ മകനെ വേണമെന്നും പറഞ്ഞ് വിളിക്കണേന്ന്. എന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, എൻ്റെ മകൻ എവിടെ, എൻ്റെ നന്ദനെ നീ എന്താ ചെയ്തേ, എൻ്റെ നന്ദനെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വിവരം അറിയുമെന്നൊക്കെ പറയുമ്പം നീ എന്ത് ചെയ്യുമെന്നാണ് പറയണേ,
നന്ദനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം നന്ദനെക്കുറിച്ച് അറിയില്ലെങ്കിലും മീരയുടെ കൊലപാതകത്തെക്കുറിച്ച് നിനക്കറിയാലോ, നീയല്ലേ മീരയെ കൊന്നേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഈ അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ പ്രാന്ത പ്രഭാവതി ഈ പറയണേ, ഞാൻ എന്തിനാ മീരയെ കൊല്ലണേന്ന് ചോദിക്കുമ്പം നിനക്ക് എന്നോടുള്ള ശത്രുത തീർത്തതാ നീ വിട്ട കൊലയാളികൾ ആൾ മാറിയ മീരയെ കൊന്നേന്ന്. അത് കേട്ടതും ഈ അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ കാണാനായിട്ട് CP വരാണ്. CP വന്നതും അരുന്ധതി എന്നിട്ട് CP ഋഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ CP എന്ന് ചോദിക്കുമ്പോൾ ഒരു വിവരമില്ല മേഡം, നമ്മൾ അന്വേഷിക്കാവുന്നതിൻ്റെ പരമാവധി അന്വേഷിച്ചു, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം ആ ഇസബെല്ലയും കെവിനും ചേർന്ന് ഋഷിയെ മാറ്റിയതാണ്. എന്തായാലും ഞാൻ ഒന്നും കൂടി ആ ഇസബെല്ലേനെയും കെവിനെയും ഒന്ന് കാണുന്നുണ്ടെന്ന് പറയുമ്പം CP പറയുന്നുണ്ട്, മേഡം പോവുകയാണെങ്കിൽ തന്നെ ഇസബെല്ലയെ കാണണ്ട, കെവിനെ മാത്രം കണ്ടാൽ മതിയെന്ന്. അങ്ങനെ നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ കെവിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശാണെങ്കിൽ ഈ ഋഷിയെ കാണാനായിട്ട് ചെന്നേക്കാണ്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ തടവിലാക്കിയേക്കണേ, എന്നെ ഒന്ന് വിട്ടുകൂടെയെന്ന് ചോദിക്കുമ്പം നിന്നെ വിടാൻ സമയമായിട്ടില്ല, സമയമാകുമ്പം നിന്നെ ഞാൻ വിടും, പക്ഷേ അത് നിൻ്റെ വീട്ടിലേക്കൊന്നും അല്ല, നിന്നെ പരലോകത്തേക്കാണ് വിടാൻ പോണേന്ന്. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പം നീ എന്നോടൊരു തെറ്റും ചെയ്തില്ല, പക്ഷെ നന്ദനോടും കുടുംബത്തോടും നീയും നിന്റെ കൂട്ടുകാരും നിന്റെ അമ്മയും ചേർന്ന് ചെയ്തത് വലിയൊരു തെറ്റല്ലേടാ. നീ ജീവനോടെ ഇരുന്നിട്ട് നന്ദൻ നിന്നെ കൊന്നു എന്നും പറഞ്ഞ് എന്തോരം നാടകമാണ് നിങ്ങൾ നടത്തിയത്. ഇത്രയും നാളും നീ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നീ ആരുടെയും മുന്നിൽ പോവാതെ ഒളിവിലിരിക്കുകയല്ലായിരുന്നോ, ഇനിയിപ്പോൾ നീ ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ശരിക്കും മരിക്കണ തന്നെയാണ് നല്ലതെന്ന്. അന്നേരം ഈ ഋഷി ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ എന്നെ കൊല്ലാൻ കൊടുന്നതാണെന്ന് ചോദിക്കുമ്പം അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും അരുന്ധതിയായിട്ട് എനിക്കൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തതിന് ശേഷം നിന്നെ കൊല്ലണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കാം. ആ സമയത്ത് ഋഷിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്, ഇനി ഇവൻ കൊല്ലുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ കെവിനെ കാണാനായിട്ട് കെവിൻ്റെ വീട്ടിൽ ചെന്നതും കെവിൻ അരുന്ധതിനെ കാണുമ്പോൾ പേടിയോടുകൂടിയാണ് ഇറങ്ങി വരുന്നത്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്തായി കെവിൻ, എൻ്റെ ഋഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി, ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതും ഈ അരുന്ധതി പറയുന്നുണ്ട്, സത്യം പറയണം, നീയും ഈ ബെല്ലയും കൂടെ ചേർന്ന് ഋഷിയെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയേക്കണെയാണെന്ന് ചോദിക്കുമ്പം ആൻറ്റി എന്തൊക്കെയായി പറയണേ, ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമ്പം നിങ്ങൾ അതേ ചെയ്യുള്ളൂ, ആത്മാർത്ഥ സുഹൃത്തായ നന്ദനെ നിങ്ങൾക്ക് ചതിക്കാമെങ്കിൽ പിന്നെ ഋഷിയെ ചതിക്കാനാണോ പാടെന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും അരുന്ധതി പറയുന്നുണ്ട്, നീ ശരിക്കും ഇസബെല്ലയെ പേടിച്ചിട്ടാ സത്യങ്ങൾ പറയാത്ത, ഇപ്പോൾ ഇവിടെ ഇസബെല്ല ഇല്ലല്ലോ, നീ സത്യം എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, അതിന് നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം, എൻ്റെ മകനെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അന്നേരം കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയാണ് ആൻറ്റി ഈ പറയണേ, എനിക്കോ ഇസബെല്ലയ്ക്കോ അതിലൊരു പങ്കുമില്ല, ഞങ്ങളും ഋഷിയെ നന്ദനെയും തേടി നടക്കുമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനായിരിക്കും, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും നമ്മളുടെ കെവിനാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ അരുന്ധതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.